ഞാൻ തിരികെ വരാം സാജുവിലേക്ക് വീണ്ടും. സാജു കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സഭാ നടപടികൾ ഇപ്പോൾ അവസാനിപ്പിക്കുമോ? സഭാ നടപടികൾ ഏതാണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കേണ്ട ബില്ലുകളിന്മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പല ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്കും മറ്റും അയക്കേണ്ടതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് സഭാതലത്തിൽ കണ്ടതാകെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നിയമസഭയ്ക്കുള്ളിൽ ചർച്ചയല്ല ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്. നടപടികൾ വേണം. ദേവസ്വം മന്ത്രിയുടെ രാജി അനിവാര്യമാണ്. അതുപോലെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം വേണം. അത്തരം 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് അനുവദിക്കുന്നതുവരെയും സഭാ നടപടികളോട് സഹകരിക്കാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രകോപനമാണ് ഇന്ന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം സംസാരിച്ച P. രാജീവിനെയും MV രാജേഷിനെയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ധനമന്ത്രി തനിക്ക് കിട്ടിയ അവസരത്തിലും പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്നതാണ് കണ്ടത്. ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ച KSUക്കാരന്റെ പഴയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ധനമന്ത്രി പ്രതിപക്ഷത്തെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് നോക്കിയത്. അങ്ങനെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഇടാനുള്ള ഒരു ശ്രമമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. അവർ ഇന്നലത്തേതുപോലെ ഇന്നും നോട്ടീസ് നൽകിയിട്ടില്ല. നാളെയും മറ്റന്നാളും ഒന്നും നോട്ടീസ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തു നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ രീതിയിൽ തന്നെ സഭാ നടപടികളോട് സഹകരിക്കാതെ മുന്നോട്ട് പോകുക. ജനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് അത് ജനകീയമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ഉറപ്പിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ വഴങ്ങാൻ തയ്യാറല്ല ഭരണപക്ഷത്തിന്റെ ചർച്ച എന്ന ആവശ്യത്തോട് എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഭരണപക്ഷമാവട്ടെ